സുരേഷ് ഗോപി ഇവിടെ സ്വന്തം നാടല്ലേ, ഇവിടെ എല്ലാ വർഷവും പെരുന്നാൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു മാതാവിൻ്റെ പുളിച്ചിറ മാതാവിൻ്റെ ഒരു പെരുന്നാൾ നടത്തുന്നുണ്ട്. അവിടെ പോലും ഒരിട നേർച്ചെടുത്ത ആളാണ് ഇനി തൃശ്ശൂർ പോയി സ്വർണ്ണം ഇട്ട് കൊടുക്കാനുണ്ട്. തൃശ്ശൂർ പോയി ആർക്കുള്ള എന്താ സഹായം ചെയ്യുന്നു, ആർക്കട്ട പൈസ കൊടുത്തു തന്നെ പറയുന്നു. ഇങ്ങനെ പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ പാവപ്പെട്ടവർ 70, 80, 90 വയസ്സുള്ള അമ്മമാർ ഇവിടെ ഉണ്ട്. ഇവിടെ നാട്ടുകാർക്കിടയിൽ ഒരു അഭിപ്രായവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. വെറും സിനിമാ നടൻ എന്നുള്ള ഒരു പവർ മാത്രമേ ആയിക്കുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവോ, സ്വന്തം നാട്ടുകാരുടെ അടുത്ത് സഹായിക്കാൻ പറ്റാത്തവർ പിന്നെ എവിടെ പോയി സഹായിച്ചിട്ട് എന്തുവാ കാര്യം? വോട്ട് പിടിക്കാനല്ലേ, വോട്ട് പിടിക്കാൻ തന്നെയാണ്. ഇവിടുത്തെ വോട്ടുകാരെ കിട്ടത്തില്ല. കാര്യം ആൾ തൃശ്ശൂർ ഇരിക്കുന്നുണ്ട്. തൃശ്ശൂർ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് കൊണ്ട് വെച്ച് കൊടുത്ത് മാതാവ് ഹെൽമെറ്റ് എടുത്തില്ല. ഇവിടെ ജനിച്ചു വളർന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് തൃശ്ശൂരിൽ പോയി? അതൊന്ന്. രണ്ടാമത് ഇവിടെ എത്രയോ പാവത്തങ്ങളും എത്ര അനാഥശാലകളുണ്ട്. ഇവിടേക്ക് ഒന്നും ഇയാൾ ചാരിറ്റബിൾ സൊസൈറ്റി നടത്താതെ അവിടെ പോയി ഞങ്ങളുടെ ഒരു മാതാവിൻ്റെ പള്ളി കൊണ്ടൊരു മാല കൊടുക്കേണ്ട കാര്യം എന്തുവാ? ഇവിടെ മാതാവുണ്ട്, ഇവിടുത്തെ മാതാവിന് കിരീടം കൊടുത്തില്ല. അവിടെ കൊണ്ട് മാതാവിന് കിരീടം കൊടുത്ത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യനോട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് മാതാവിന് കിരീടം കൊടുത്ത്. തൃശ്ശൂർ ഈ ക്ഷേത്ര നഗരമാണ്. അപ്പോൾ വർഗീയമായി ആ രീതിയിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പരീക്ഷണമാണ് അവിടെ നടത്തുന്നത്. വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ക്ഷേത്ര നഗരത്തിൽ പോയി വോട്ട് നേടിക്കുക എന്നുള്ളതാണ് തൃശ്ശൂർ സെലക്ട് ചെയ്തത്. കൊല്ലത്ത് ഈ ക്ഷേത്രവും നഗരവും ഒന്നും പറഞ്ഞ് ഇവിടെ നടക്കത്തില്ലല്ലോ, ദേശീയ നാടല്ലേ. കൊല്ലത്ത് നിന്നാൽ ജയിക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പോയത്. അല്ലെങ്കിലും വർഗീയ പാർട്ടികളൊന്നും കേരളത്തിൽ ജയിക്കത്തില്ല. കൊല്ലത്ത് നിന്നാൽ ഡെപ്പോസിറ്റ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് നിൽക്കാത്തത്. ചെറുപ്പക്കാരെ പെമ്പിള്ളേരെ കണ്ട കെട്ടിപ്പിടിക്കുമ്പോൾ വയ്ക്കുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോശമുള്ള കാര്യമല്ലേ. കൊല്ലത്ത് ഈ സൈസുകളൊന്നും എടുക്കത്തില്ല. അമ്പലം, പള്ളി, ആ കാര്യങ്ങളും മതപരമായിട്ട് ഇളക്കി കിട്ടാനും കൊല്ലത്തും എടുക്കത്തില്ല. കൊല്ലത്തെല്ലാം മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളൊക്കെയാണ് കൊല്ലത്ത് ഏറ്റവും കൂടുതലും. സുരേഷ് ഗോപി മത്സരിച്ച് ജയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ചാൻസ് നോക്കായിരുന്നു. അതേസമയം BJPക്ക് നിന്ന് ഒരിക്കലും ജയിക്കാൻ ചാൻസ് കുറവാണ്. അല്ല, കൊല്ലക്കാരാണെങ്കിൽ ഒരുവിധമൊക്കെ നോക്കിയാണ്. അതുമല്ല, പുള്ളി BJP ആണ്ട് അങ്ങനെ പെട്ടെന്ന് ആരും മൈൻഡ് ചെയ്യത്തില്ല, ഉറപ്പാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്നാലും BJP ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ജയിക്കത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ജനപിന്തുണ ഇല്ല, ജയസാധ്യതയില്ല. അപ്പോൾ പിന്നെ മറ്റെവിടെയെങ്കിലും നോക്കും. ഇവിടെ നാട്ടുകാർക്കിടയിൽ ഒരു അഭിപ്രായവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. വെറും സിനിമാ നടൻ എന്നുള്ള ഒരു പവർ മാത്രമേ ആയിക്കുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവോ ഒരു പ്രവർത്തനമോ കൊല്ലത്ത് നടത്തിയിട്ടുമില്ല, നടത്തിയാൽ അത് വിജയിക്കത്തുമില്ല. അതുകൊണ്ടായിരിക്കും തൃശ്ശൂർ പോയത്. സ്വന്തം നാട്ടുകാരുടെ അടുത്ത് സഹായിക്കാൻ പറ്റാത്തവർ പിന്നെ എവിടെ പോയി സഹായിച്ചിട്ട് എന്തുവാ കാര്യം? ആദ്യം നാട്ടുകാരെ നോക്കണം, നാട്ടുകാർക്ക് സഹായം ചെയ്യണം. അപ്പോൾ സ്വന്തം നാട്ടിലുള്ള പാവങ്ങളെ അവഗണിച്ച് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന് കാണുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മാതാവുണ്ട്, ഇവിടെ പള്ളികളുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടതൊന്നും ചെയ്യുന്നില്ല? മറ്റൊരു സ്ഥലത്ത് പോയി അത് ചെയ്യാൻ പുള്ളിക്ക് പ്രേരണ ഉണ്ടാകുന്നത് എന്താണ്? അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. സ്വന്തം നാട്ടിൽ ഗ്രിപ്പില്ലാത്ത ഒരു വ്യക്തി വേറെ എവിടെ ചെന്നിട്ട് എന്ത് കാര്യം? സിനിമാ നടൻ എന്നുള്ള രീതിയിൽ പുള്ളിനെ അംഗീകരിക്കാൻ, നല്ലൊരു ആർട്ടിസ്റ്റ്, കലാകാരനാണ്, സിനിമാ നടനാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കാനുള്ള ഒരു പ്രവർത്തനമൊന്നും തൽക്കാലം സുരേഷ് ഗോപിക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അത് ജനപിന്തുണയില്ല, ജനങ്ങളുടെ പിന്തുണയില്ല. പൊതുരംഗത്ത് ഇറങ്ങുമ്പം അല്ലെങ്കിൽ പൊതുരംഗത്ത് വർക്ക് ചെയ്യുമ്പം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവണം, എങ്കിലല്ലേ ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവുള്ളൂ. നാട്ടിലങ്ങനെ പ്രത്യേകിച്ച് വലിയൊന്നുമല്ല. ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു ബാനറുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു രീതി. സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നത് ഒന്നാമത്തെ പൊളിറ്റിക്കൽ ട്രിക്സാണ്. അതായത് തൃശ്ശൂർ ഈ ക്ഷേത്ര നഗരമാണ്. അപ്പോൾ വർഗീയമായി ആ രീതിയിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പരീക്ഷണമാണ് അവിടെ നടത്തുന്നത്. പക്ഷേ മതേതര രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന തൃശ്ശൂരിലെ ജനത അത് ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടുന്ന് പോയി അവിടെ മത്സരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത്തത്, അദ്ദേഹം BJP സെലിബ്രിറ്റിയാണ്. അദ്ദേഹം സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു നടനാണ്, നമ്മളെ കൊല്ലത്തിന് അഭിമാനമാണ്. പക്ഷേ അദ്ദേഹം ഈ BJP പോലുള്ള ഒരു വർഗീയ കക്ഷിയിൽ അദ്ദേഹത്തിന് MP ആകാനും ഒക്കെ ആകാനുമായിട്ട് അദ്ദേഹം BJPയിൽ പോയി BJP നേതൃത്വം, RSS നേതൃത്വം കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം അവിടെ വർഗീയത ഇളക്കിക്കൊണ്ട് വോട്ട് തേടുന്നതിന് വേണ്ടി തൃശ്ശൂർ പോയി എന്നുള്ളതാണ്. അത് ചോദിച്ച ചോദ്യം വളരെ വലുതാണ്. ഇത്രയും പാർലമെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിട്ട് തൃശ്ശൂർ തന്നെ പിടിക്കുന്നത്, തൃശ്ശൂരിലൊരു വർഗീയത ഇളക്കിയിട്ട് വോട്ട് മേടിക്കാനാണ്. ഒരിക്കലും കേരളത്തിൽ വർഗീയതപരമായ ഒരു വോട്ട് പാർലമെൻറ്റിൽ കിട്ടില്ല, മതേതര രാഷ്ട്രീയത്തിനെ കിട്ടത്തുള്ളൂ.
അത് മതേതര രാഷ്ട്രീയം. കേരളത്തിൽ മതേതര രാഷ്ട്രീയമാണ്. ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPയിൽ എത്രയോ നല്ല മതേതരവാദികളുണ്ട്. പക്ഷേ കേരളത്തിൽ മതത്തിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് അത്ര വോട്ടിന് വരുന്ന ആരെയും അംഗീകരിക്കുന്നവരല്ലല്ലോ. സാക്ഷരതയും പ്രബുദ്ധതയും മതേതരത്വവും ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും അത് ഹിന്ദു വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും ക്രൈസ്തവ വർഗീയതയായാലും പോത്തില്ല. അതുകൊണ്ട് തൃശ്ശൂരിൽ ആ രീതിയിൽ ഞാനൊരു കോൺഗ്രസ്സാണ്, ഞാൻ രാഷ്ട്രീയം അല്ല ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ കറക്റ്റാണ്. വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ക്ഷേത്ര നഗരത്തിൽ പോയി വോട്ട് നേടിക്കുക എന്നുള്ളതാണ് തൃശ്ശൂർ സെലക്ട് ചെയ്തത്. കൊല്ലം സെലക്ട് ചെയ്ത് കൊല്ലത്ത് ഈ ക്ഷേത്രവും നഗരവും ഒന്നും പറഞ്ഞ് ഇവിടെ നടക്കത്തില്ലല്ലോ, ദേശീയ നാടല്ലേ. കൊല്ലത്ത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ, അദ്ദേഹം ഈ രാജ്യത്തെ സേവിക്കുന്നെങ്കിൽ കൊല്ലത്ത് നിൽക്കട്ടെ കൊല്ലത്താനെന്നുള്ള നിലയിൽ. ഇവിടെ വർഗീയത പറയാൻ പറ്റത്തില്ല. വർഗീയ രാഷ്ട്രീയം ഇളക്കി വിടാൻ ക്ഷേത്ര നഗരം ഉപയോഗിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ നാട് ഉപയോഗിക്കുന്നു. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ നാട് ക്ഷേത്ര നഗരം മതനിരപേക്ഷതയുടെ സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. അതാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്. സുരേഷ് ഗോപി നേരിട്ട് കണ്ടാൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, സുരേഷ് ഗോപി ഇവിടെ സ്വന്തം നാടല്ലേ, ഇപ്പം അതുപോലെ ഇവിടെ ഏതോ ഒരു പള്ളിയിൽ എന്താ കിരീടം വെച്ച് കൊടുത്തു പറയുന്നത്. ഇവിടെ എല്ലാ വർഷവും പെരുന്നാൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു മാതാവിൻ്റെ പുളിച്ചിറ മാതാവിൻ്റെ ഒരു പെരുന്നാൾ നടത്തുന്നുണ്ട്. അവിടെ പോലും ഒരിടെ നേർച്ചെടുത്ത ആളാണ് ഇനി തൃശ്ശൂർ പോയി സ്വർണ്ണം ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു പള്ളി മാത്രമല്ല നേർച്ചയായിട്ടുള്ളത്. വേണ്ട, ഞങ്ങളുടെ ഒരു പോലും നേർച്ച അത് നേർച്ച തന്നെയാണ്. കിരീടം വെക്കേണ്ട ആവശ്യമില്ല. അത് വോട്ട് കിട്ടാൻ വേണ്ടി, ജനങ്ങളുടെ മനസ്സ് പിടിക്കാൻ വേണ്ടി BJP ഇങ്ങനെ ജയിപ്പിക്കണം. അവിടെ തൃശ്ശൂരിലെ ഒരു വോട്ട് ഇങ്ങനെ സീറ്റ് കിട്ടണം അവർക്ക്. അതിൻ്റെ BJP ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ നശിക്കും. പിന്നെ ഒരു പാർട്ടി ഇപ്പോൾ തന്നെ നശിപ്പിച്ച് കഴിഞ്ഞ് ഇനി ആകെ ഇച്ചിരി കൂടെ ഉള്ളൂ, ജനങ്ങളെ ജീവനോടെ ഉള്ളൂ. ഇനി അതും കൂടെ പോയി കഴിഞ്ഞാൽ കേരളം അങ്ങ് പോയിക്കോളൂ. അതാ ഞങ്ങൾ ചോദിക്കും. ഇവിടെ ഇഷ്ടംപോലെ പാവങ്ങളുണ്ട്. ഈ കടപ്പുറത്ത് തന്നെ മനസ്തൊഴിലുകളുണ്ട് ഇഷ്ടംപോലെ. ഒരു ഏകദേശം 1 ലക്ഷത്തോളം ജനങ്ങളിവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ 6-7 മാസം കൊണ്ട് ഒട്ടും പണിയില്ല. എല്ലാവരും പണിയില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. വള്ളത്തിൽ പണിയില്ലാതെ എല്ലാവരും കഷ്ടപ്പെടാം. പക്ഷേ തൃശ്ശൂരിൽ പോയി ആർക്കെല്ലാം എന്താ സഹായം ചെയ്യുന്നു, ആർക്കെല്ലാം പൈസ കൊടുത്തു തന്നെ പറയുന്നു. ഇങ്ങനെ പറയുന്നത് ഇവിടെയും ഉണ്ടല്ലോ പാവപ്പെട്ടവർ. 70, 80, 90 വയസ്സുള്ള അമ്മമാർ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെയും ചെയ്യാം. തോന്നും ചെയ്യണ്ട. ഒരു 10 പേർക്ക് അല്ല വേറെന്ത് പറയാന് ആണ്. സുരേഷ് ഗോപി നടനല്ലേ ഇത്? ഏറ്റവും നല്ല സൂപ്പർ നടനല്ലേ? അവാർഡ് കിട്ടിയ ആളല്ലേ? അവിടെ കളിക്കുന്ന വോട്ടിനുള്ള നാടകം തന്നെയാണ്. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ല. ഞങ്ങൾക്ക് വികസനം ചെയ്താൽ ഞങ്ങൾ വികസനം ചെയ്തെന്നേ പറയത്തുള്ളൂ, ചെയ്തില്ലെന്നേ പറയത്തുള്ളൂ. ഇവിടെ മുകേഷ് എന്നിട്ടും പോലും പ്രയോജനമില്ല. സാറേ, സുരേഷ് ഗോപി സാറ് കൊല്ലത്ത് മാതാവുണ്ട്. കൊല്ലത്ത് മാതാവിൻ്റെ അടുത്താണ് പഠിച്ചത്. എന്തുകൊണ്ട് തൃശ്ശൂരിൽ കൊണ്ടുപോയത് സാറ് പറ? വോട്ട് പിടിക്കാനല്ലേ? വോട്ട് പിടിക്കാൻ തന്നെയാണ്. ഇവിടുത്തെ വോട്ടുകാരെ കിട്ടത്തില്ല. കാര്യം ആൾ തൃശ്ശൂർ ഇരിക്കുന്നതുകൊണ്ട് തൃശ്ശൂർ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് കൊണ്ട് വെച്ച് കൊടുത്ത് മാതാവ് ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ് എന്നല്ല, പൊന്നും കുരിശിട്ടുള്ള അത് വെച്ചാൽ കൊണ്ടില്ല. ഇത് തെറ്റല്ലേ? വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കരുത്. മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. ഞാനിപ്പോഴും സമ്മതിക്കണം. സിനിമ നടൻ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞൊരു അടുത്ത സൂപ്പർ സ്റ്റാർ അല്ലേ? പിന്നെ നമ്മളെന്നാലും നാടകം കളിക്കണ്ടല്ല, അവർക്ക് അഭിനയമല്ലേ? ഇവിടെ പ്രേമേന്ദ്രനെ ജയിക്കത്തുള്ളൂ. ഞാൻ പക്കാട്ട് പറഞ്ഞു. കൊല്ലത്ത് നിന്നാൽ ജയിക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പോയത്. അല്ലെങ്കിലും വർഗീയ പാർട്ടികളൊന്നും കേരളത്തിൽ ജയിക്കത്തില്ല. ഉടനെ ഒന്നും ജയിക്കത്തില്ല. കുറേ കാലം കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പിടിച്ചെടുത്തെന്നായിരിക്കും. കേരളത്തിൽ വർഗീയത പെട്ടെന്നൊന്നും ജയിക്കത്തില്ല. അത് തന്നെ, വർഗീയത പറഞ്ഞൊന്നും വോട്ട് പിടിക്കാനൊന്നും നടക്കത്തില്ല. കൊല്ലത്തെ മാതാവിന് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാം. അവിടുത്തെ ജനങ്ങളെ സോപ്പിടാൻ വേണ്ടി പോയത്. എന്നിട്ടും മാതാവിൻ്റെ തലയിൽ നിന്ന് അത് താഴെ വീട് പൊട്ടിയില്ലേ? ഇവിടെ നിന്നായിരുന്നെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു പക്ഷേ ജയിച്ചേനെ. ഇതാണെങ്കിൽ BJPയിലൊക്കെ പോയി ഇതുകൊണ്ട് ജയിക്കാൻ ചാൻസ് ഇല്ല. കൊല്ലത്ത് നിന്നാൽ ഡെപ്പോസിറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എനിക്കത് അതങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് അവിടെ പലർക്കും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും അത് ഇതാവണമെന്നില്ല. ചില ചെറുപ്പക്കാരെ പെൺപിള്ളേരെ കണ്ട കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോശമുള്ള കാര്യമല്ലേ? പിന്നെ ചെയ്യുന്നവർ ചെയ്യും, നമുക്ക് അതുമായിട്ട് ബന്ധമില്ല. അവിടെ പോയി സഹായിക്കാൻ ആൾ താല്പര്യം അവിടെ. കാരണം BJPക്ക് സ്വാധീനം കുറച്ച് കൂടുതലുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. പക്ഷേ എന്നാൽ അത് പാരമ്പര്യമായിട്ട് അത് കോൺഗ്രസിൻ്റെയൊക്കെ മണ്ഡലങ്ങളാണ്. ഇപ്പോൾ LDF ആണ് അവിടുത്തെ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ജയിച്ച് കിട്ടിയെന്ന് പറയാം, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയ കളി തന്നെ അല്ല, വേറെ ഒന്നുമില്ല. അതുവേണ്ടിയല്ലേ മാതാവിനെ കിരീടമൊക്കെ കൊടുത്തതും പിടിച്ചതൊക്കെ. അത് ജയിക്കട്ടെ, പൈസ മുടക്കിയെങ്കിൽ ജയിക്കട്ടെ.
അദ്ദേഹം നല്ലൊരു നടനാണ്, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ അദ്ദേഹം കൊല്ലത്ത് ഒരു വഹയും ചെയ്തിട്ടില്ല. കൊല്ലത്ത് മത്സരിച്ചാൽ ജയിക്കത്തില്ല. രാജ്യസഭ എം പിയാണ്. അയാൾക്ക് അദ്ദേഹത്തിന് തൃശ്ശൂർ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, കൊല്ലത്തും ചെയ്യാം, കേരളത്തിൽ എവിടെയും ചെയ്യാം. പക്ഷേ തൃശ്ശൂർ മാത്രം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അത് ശരിക്കും വർഗീയപരമായിട്ട് ഇളക്കി വിട്ട് വർഗീയത കാണിച്ച് ഹിന്ദു വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാണ് തൃശ്ശൂർ വഹിക്കുന്നത്. കൊല്ലത്ത് ആ സൈസൊന്നും കേരളത്തില്ല. അതുകൊണ്ട് കൊല്ലത്ത് മത്സരിച്ചാൽ കൊല്ലത്ത് പാർലമെൻറ്റിൽ നിന്നല്ല 12 അസംബ്ലി ഉണ്ട്. ഒരു അസംബ്ലിയിൽ പോലും മത്സരിച്ചാൽ കൊല്ലത്ത് ജയിക്കില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരിലോട്ട് വെച്ച് പിടിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ പറയാം. കൊല്ലത്ത് ഈ സൈസുകളൊന്നും എടുക്കത്തില്ല. അമ്പലം, പള്ളി, കാര്യങ്ങളും മതപരമായിട്ട് ഇളക്കി കിട്ടാനും കൊല്ലത്ത് എടുക്കത്തില്ല. കൊല്ലത്തെല്ലാം മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളൊക്കെയാണ് കൊല്ലത്ത് ഏറ്റവും കൂടുതലും തിങ്ങിപ്പാർക്കുന്നത്. അവർക്കെല്ലാം ഇവിടെ സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൊല്ലക്കാർ. അതുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള എം പി ആയാലും എം എൽ എ ആയാലും കൊല്ലത്ത് നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൊല്ലക്കാർ. വർഗീയതയും പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് വന്നാൽ BJP അല്ല ഏത് വർഗീയ പാർട്ടികളാണെങ്കിലും കൊല്ലത്ത് വഴുകത്തില്ല. ഇവിടെ മാതാവുണ്ട്, ഇവിടുത്തെ മാതാവിന് കിരീടം കൊടുത്തില്ല, അവിടെ കൊണ്ട് മാതാവിന് കിരീടം കൊടുത്ത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് മാതാവിന് കിരീടം കൊടുത്ത്. കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് അങ്ങനെ പിന്നെ ക്രിസ്ത്യൻ വോട്ട് വലുതായിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുണ്ട്, എന്നാൽ പോലും തൃശ്ശൂരിൻ്റെ അത്രയും പോലും ക്രിസ്ത്യൻ വോട്ട് ഇവിടെ കൊല്ലത്തില്ല. അതുകൊണ്ടാണ് അവിടെ മാതാവിന് കിരീടവും കൊടുത്ത് അവിടെ മത്സരിക്കുന്നത്. രാഷ്ട്രീയം വർഗീയപരമായ രാഷ്ട്രീയമോ അല്ലാതുള്ള രാഷ്ട്രീയമല്ല. അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് തൃശ്ശൂരിൽ പോയി? അതൊന്ന്. രണ്ടാമത് ഇവിടെ എത്രയോ പാവത്തങ്ങളും എത്ര അനാഥശാലകളുണ്ട്. ഇവിടേക്ക് ഒന്നും ഇയാൾ ചാരിറ്റബിൾ സൊസൈറ്റി നടത്താതെ അവിടെ പോയി ഞങ്ങളുടെ ഒരു മാതാവിൻ്റെ പള്ളി കൊണ്ടൊരു മാല കൊടുക്കേണ്ട കാര്യം എന്തുവാ? ഇവിടെ കൊല്ലത്തുണ്ട്, അയാൾ താമസിക്കുന്ന മാടനടയിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുവേ പുള്ളിക്കാരൻ അത് അവിടെ മാത്രം ഇത് കൊടുക്കേണ്ട കാര്യം എന്തുവാ? അപ്പോൾ കൊല്ലത്ത് ജനിച്ച ആൾക്ക് കൊല്ലത്ത് ജനിച്ചവൻ മുകേഷ് ഇവിടെ നിന്ന് മത്സരിച്ച് ഇവിടെ നിന്ന് ജയിച്ചില്ലേ, MLA ആയില്ലേ, പിന്നെ ഇയാൾക്കെന്താ ഈ പേടി? അപ്പം ജനങ്ങളെ ഏത് തരത്തിൽ ജനങ്ങൾ ഇയാളെ മനസ്സിലാക്കിയെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ തൃശ്ശൂരിൽ പോയി. ഒരു വിലയില്ല, ഞങ്ങളാരും വില കൽപ്പിക്കത്തില്ല. പിന്നെ കൽപ്പിക്കുക എങ്ങനെ? സിനിമ രംഗത്തുള്ള കലാകാരൻ എന്നുള്ള ഇത് കാണിക്കും, അല്ലാതെ രാഷ്ട്രീയമായിട്ടൊന്നും നമ്മളിത് കാണിക്കത്തില്ല. ആദ്യം കൊല്ലത്ത് നിൽക്കണം, MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ ആദ്യം കൊല്ലത്ത് നിന്ന് എത്ര വോട്ട് പിടിക്കുമെന്ന് നോക്കണം. പിന്തുണ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് അറിയണം. അറിഞ്ഞ ശേഷമേ മറ്റുള്ള ജില്ലകളിൽ പോകാവൂ. ആദ്യമേ മറ്റുള്ള ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പറ്റി അറിയത്തില്ല ആർക്കും. കൊല്ലം ജില്ലയിൽ എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി ആരാണ്, സഹായിക്കുന്നതിനാണ് എന്താണെന്ന് കൊല്ലം ജില്ലക്കാർക്ക് അറിയാം. ഇല്ല, കൊല്ലത്ത് മാതാവുണ്ട്, പക്ഷേ കൊല്ലത്ത് നിന്ന് നോക്കണമായിരുന്നു ആദ്യം, പിന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കേണ്ടത്. കൊല്ലക്കാർ സഹായിക്കുമോ ഇല്ലയോ, കൊല്ലക്കാർ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷമേ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാവൂ. ആദ്യമേ മറ്റുള്ള ജില്ലകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കൊല്ലം ജില്ലക്കാർക്ക് പോലും പ്രയാസങ്ങൾ തോന്നും. നമ്മളെ നാട്ടുകാരൻ മറ്റുള്ള ജില്ലയിൽ പോയി നിൽക്കുന്നല്ലോ. അപ്പോൾ അവർ വിചാരിക്കും കൊല്ലക്കാരൻ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം എന്തുവാ. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. രാഷ്ട്രീയമായിട്ട് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാനുള്ള മറുപടി ഇല്ല. നമ്മളിപ്പോൾ കൊല്ലത്ത് നിൽക്കുന്ന മത്സരിക്കുന്നതിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ കൊല്ലക്കാരൻ സുരേഷ് ഗോപി ആണെങ്കിലും കൊല്ലക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ഇവിടെ അല്ലല്ലോ മത്സരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്നത് നമ്മൾ മുകേഷിനെയും പ്രേമേന്ദ്രനെയും മാത്രമേ നമ്മൾ നോക്കിയാൽ പോരെ. ഇല്ല, സുരേഷ് ഗോപി മത്സരിച്ചാൽ ജയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ചാൻസ് നോക്കായിരുന്നു. അതേസമയം BJPക്ക് നിന്ന് ഒരിക്കലും ജയിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊല്ലം അങ്ങനെയാണ്. കൊല്ലം പാർലമെൻറ്റ് ഇലക്ഷന് കോൺഗ്രസ് MP പ്രത്യേകിച്ച് പ്രേമേന്ദ്രൻ നല്ലൊരു കാഴ്ച വയ്ക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ജയിക്കാനാണ് ഇവിടെ ചാൻസ് കൂടുതൽ. സുരേഷ് ഗോപി കൊല്ലത്തുകാരനാണെങ്കിൽ അങ്ങനെയല്ലൊക്കെ നോക്കായിരുന്നു. ഇപ്പം കൊല്ലത്ത് നിന്നിട്ട് തൃശ്ശൂരെ മത്സരിച്ചാൽ അവരും അങ്ങനെ ഏറ്റെടുക്കത്തില്ല. അല്ല, കൊല്ലക്കാരാണെങ്കിൽ ഒരുവിധമൊക്കെ നോക്കിയാണ്. അതുമല്ല, പുള്ളി BJP ആണ്ട് അങ്ങനെ പെട്ടെന്ന് ആരും മൈൻഡ് ചെയ്യത്തില്ല, ഉറപ്പാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്നാലും BJP ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ജയിക്കത്തില്ല, ഉറപ്പാണ്. BJP അങ്ങനെ ഇവിടെ വലിയ ഇതില്ല, ഇടതും വലുതാണ് ഇവിടെ.